ആഘോഷിച്ചിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ വീട്ടിൽ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്, കുറച്ചേരൊക്കെ പുറത്തേക്ക് പോയി കേട്ടോ. ഓരോരുത്തർ ഓരോ പണിയിലൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഓണത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ സദ്യ കഴിക്കുന്നതും പിന്നെ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ സാരി. അപ്പോൾ നമുക്ക് വീട്ടിലെല്ലാവരും എടുക്കുന്നത് നോക്കാം. അമ്മ ഇവിടെ അടുക്കളയിൽ പണിയിലാണ്. ഹായ് കാണിക്കും. ഇവൻ എൻ്റെ അനിയൻകുട്ടനാണ്. ഞാൻ ഇങ്ങോട്ട് വെക്കടാ. പായസം ഉണ്ടാക്കാനുള്ള പണിയിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. രാവിലെ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൂടെ കാണിച്ചു തരാം. ഇതാണ് അത്തപ്പൂക്കളം. ഞാൻ ഇട്ടതാണ്. ഞാൻ ഇട്ടതുകൊണ്ട് പറയുമല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓണ ദിവസത്തെ ഓണ വിശേഷങ്ങളൊക്കെ കുറേശ്ശെയായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഭാഗമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എടുത്ത ഭാഗമൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും വോയിസ് കൊടുത്തിട്ടാണ് കേട്ടോ എടുത്തത്. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റ്റർബൻസ്, ഭയങ്കര സൗണ്ടും ബഹളവും ഒക്കെ കേട്ടോ ഇവിടെ എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഡബ് ചെയ്യാം. എന്നിട്ട് ഇവനെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഒളിച്ചൊക്കെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കാം. എന്തായാലും കെട്ടിയൊരുങ്ങിയതൊക്കെ അല്ലേ, അപ്പോൾ 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറയുവാണ്. അങ്ങനെ അമ്മ കയറി ആദ്യം നിൽക്കണം കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് എടുക്കാനൊക്കെയുള്ള തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തന് മുണ്ടെടുക്കാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ മുണ്ടുടുപ്പിക്കൽ ചടങ്ങാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോൾ പായസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ കയറി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ഇത് സദ്യ വിളമ്പുവാണ്. ഈ സദ്യ വിളമ്പുന്ന കാണുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ പെട്ടെന്ന് വിളമ്പി പോകത്തില്ല. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം അടങ്ങിയിരിക്കുന്നത് എന്നോട് അമ്മ പറയുകയാണ് കേട്ടോ തൂത്ത് കൊടുക്കാനായിട്ട്. തിരുവോണത്തിൻ്റെ അന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാട്ടോ ഇന്നത്തേക്ക് ലേറ്റ് ആയത്. സാരമില്ല, നമുക്ക് ഇന്ന് നമ്മുടെ ഓണ വീഡിയോ കാണാം. ഓണം കഴിഞ്ഞ് കാണുമ്പോഴും നമ്മളിങ്ങനെയൊക്കെയാണല്ലോ ആഘോഷിച്ചെന്നുള്ള ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിളമ്പാന്ന് പറഞ്ഞ് ചുമ്മാ കയറിയതാണ് കേട്ടോ. പിന്നെ അതെല്ലാം കൂടെ എൻ്റെ കയ്യിലോട്ടേക്ക് തന്നിട്ട് അമ്മ മുങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരാണ് വിളമ്പിയത്. അങ്ങനെ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ഫീലേ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഓണപ്പാട്ടും ഓണബഹളവും ക്ലബ്ബ് പരിപാടിയും അങ്ങനെ ഭയങ്കര ബഹളം കേട്ടോ. പക്ഷെ ഹോസ്റ്റലിലായിരുന്നപ്പോൾ കോളേജ് ഹോസ്റ്റൽ അത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഓണത്തിൻ്റെ കാണണമെങ്കിൽ ഇൻസ്റ്റയിൽ റീൽസ് എടുക്കുമ്പോഴായിരിക്കും ഓണം വന്ന് ഓണം എത്രയൊക്കെ ആയി നമ്മൾ അറിയുന്നത്. അങ്ങനെ കയ്യിൽ സദ്യയൊക്കെ ഫുള്ള് വിളമ്പി കേട്ടോ. ഇനി പരിപ്പിനകത്ത് നെയ്യ് ഒഴിച്ചാണ് മുമ്പേ നിങ്ങൾ കണ്ടത്. അങ്ങനെ എല്ലാം വിളമ്പി എടുത്ത് ഞാൻ കഴിച്ചും കഴിഞ്ഞ് അടുത്ത പായസം എടുത്തേട്ടോ. അങ്ങനെ പായസമായി. പായസം പ്രഥമനും പിന്നെ പാലട പായസം ഉണ്ടായിരുന്നേ. പ്രഥമനും പഴവും പപ്പടം വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും സദ്യ കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കാറ്. അതുപോലെ ഇലയിലിട്ട് കഴിക്കുമ്പോൾ തന്നെയാണല്ലോ അതിൻ്റെ ആ ഒരു സദ്യ കംപ്ലീറ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുവാണ് ബോളി വാങ്ങിയില്ലല്ലോ. ബോളി വാങ്ങാൻ സത്യം പറഞ്ഞാൽ മറന്നു. പിന്നെ രാവിലെ ഞാൻ കടയിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇന്നാണെ ഒരൊറ്റ കടയേ ഇല്ലായിരുന്നു. ഞാൻ വെറുതെ പോയിട്ട് വന്നു. കഴിഞ്ഞ വർഷം വരേക്കും കടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എനിക്കൊന്ന് എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു തോന്നുന്നു. ഒരു കടയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉള്ള കടയിൽ നിന്നൊക്കെ ഞാൻ അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലട പ്രഥമൻ എടുത്ത്, അങ്ങനെയല്ലേ പറയുന്നത് ഇതിൽ, പാലട പ്രഥമൻ അതെടുത്ത് അതും പഴവും കൂടെ വെച്ച് കഴിച്ചു കേട്ടോ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുള്ള് സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പാലടയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ച് കഴിയാറായി. സത്യം പറഞ്ഞാൽ പായസം കുടിക്കാനുള്ള വയറില്ലായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ സദ്യയുടെ ആ ഒരു കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുവാണ് കേട്ടോ. പക്ഷേ കഴിച്ച് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു കേട്ടോ. ആ ഒരു പായസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ സദ്യയൊക്കെ പതുക്കെ കഴിച്ച് കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊന്ന് മാറണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒന്നിനും പറ്റത്തില്ല, വയറ് നടക്കും ഗൈസ്. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് താഴമ്പ് നോക്കാം. ഡ്രസ്സ് മാറാട്ടോ. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാരി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഡ്രസ്സ് മാറി ടോപ്പ് എടുത്തു. അപ്പോൾ ഗൈസ് പൊട്ടാസിൻ്റെ തോക്കില്ലേ, പണ്ട് ഇവിടെ പുലിക്കളിക്ക് വരുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ പുലിക്കളിക്ക് വരുമ്പോൾ ഇത് കൊണ്ടുവരും കേട്ടോ. ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കളിക്കുവാണ് കേട്ടോ. അതിൻ്റെ എന്തോ വാങ്ങാൻ മറന്നത്, എന്തോ വാങ്ങാൻ മറന്നത് വാങ്ങാൻ. തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പൊട്ടാസിന്റെ തോക്ക് വാങ്ങിയപ്പോൾ എന്തോ ഞാൻ അത് വാങ്ങാൻ മറന്നെന്ന് പറഞ്ഞ് വീണ്ടും എന്നെ കൊണ്ട് വന്നതാണ്
വന്നതാണ് കേട്ടോ. ഞാനല്ലായിരുന്നു ആദ്യം വന്നത്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് നേരെ നമ്മൾ ബീച്ചിലേക്ക് പോയി. ഇത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. അതുകൊണ്ട് ആകെപ്പാട് കണ്ട ബീച്ചിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ കണ്ടുള്ളൂ. ബാക്കി ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ, നല്ല അടിപൊളി തിരക്കായിരുന്നു. ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഈ ബീച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലോക്ക് ഒട്ടും മാറുന്നില്ല. അപ്പോൾ വണ്ടി പതുക്കെ തിരിച്ച് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ലൈറ്റ് വാങ്ങണമായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി പോവുകയാണേ. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അരമണിക്കൂറിന് ദൂരേ ഉള്ളൂ കേട്ടോ ബീച്ചിലേക്ക്. പക്ഷെ ഞങ്ങൾ 2 മണിക്കൂറാണ് വണ്ടി ഓടിച്ചതും വണ്ടി നിന്നതും. ഭയങ്കരമായിട്ട് നടുവേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ കയറാൻ പറ്റില്ല കാരണം അവിടെ വെച്ചേരടാ. ബീച്ചിൽ കയറാൻ പറ്റില്ല, തിരക്കായതുകൊണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. നമുക്കൊരു ലൈറ്റ് വേണം, അത് വാങ്ങാൻ തരാവേ. ലൈറ്റ് വാങ്ങാൻ കയറി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഫേയിലോട്ട് വാ, അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ വെള്ളം വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സന്തോഷത്തോടെ ചെന്ന് കേട്ടോ, ഓടിപ്പോയി. കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ബീച്ചിൽ പോയ വിശേഷങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ, കാരണം അത്രയും തിരക്കായതുകൊണ്ട് പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഓണം മൊത്തം അവിടെ ആയിരുന്നു തോന്നുന്നു. ആൾക്കാർ മൊത്തം അവിടെ ആയിരുന്നു. 2 മണിക്കൂറായിട്ട് നിന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു ഫലൂഡ ഓർഡർ ചെയ്ത്. ഇത് എൻ്റെ അല്ല കേട്ടോ. ഞാനാണെങ്കിൽ റോയലാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങൾ കയറിയ കഫേയിൽ ഏതാണ്ട് ഞാൻ ഉദ്ദേശിച്ച ലൈറ്റ് ഇതായിരുന്നു കേട്ടോ. ഇത് വാങ്ങാനായിട്ടാണ് പോയത്, പക്ഷേ ഇതെനിക്ക് കിട്ടിയില്ല. ആ ലൈറ്റും ചെടിയും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ, അത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ഫൈനലി നമ്മുടെ ഫലൂഡ ഇവിടെ വന്നിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുണ്ട്, അത്രേ ഉള്ളായിരുന്നു. പക്ഷേ എനിക്കിത് കഴിക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഒത്തിരി മത്തടിച്ചായിരുന്നു കേട്ടോ, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയുള്ള എൻ്റെ ഓണം ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ടാറ്റാ.